ഹായ് ഓൾ, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ജോലിക്ക് പോണ അത്ര അടുത്താട്ടോ അവിടെ ജോലി മുതൽ ചെയ്യുന്നത്. വൈകുന്നേരം വരെയുള്ള ഒരു ചെറിയൊരു വ്ളോഗാണ്. താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. തൊട്ടടുത്തായിട്ടാണ്. ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തൊട്ടടുത്താട്ടോ ഷോപ്പുള്ളത്. അപ്പം അതാണ് ഷോപ്പ്. ഇതില്ലേ ഇനി എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാനുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഷോപ്പ് എത്ര അടുത്താണെന്നുള്ളതൊക്കെ. ഇനിയിപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങണം. ഞാൻ ഇരിക്കുന്ന സ്ഥലമാട്ടോ ഇവിടെ. ചെയറുണ്ടോ, കണ്ടില്ലേ ചെയറ്? അവിടെ ഇരിക്കൽ, ഇവിടെ അധികം ഇരിക്കൽ കേട്ടോ. എന്തൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇട്ടതോ സ്റ്റൂള്. അപ്പം ഇനി അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങട്ടെ. ഷോപ്പിൽ ഞാൻ ആദ്യം വന്നാൽ ഫുള്ള് അടിച്ച് കോരി വൃത്തിയാക്കും കേട്ടോ. ആദ്യം വന്നാൽ അതാണ് പണി. അപ്പോൾ അടിച്ചു വാരും. പിന്നെ മാറാലൊക്കെ എവിടെയെങ്കിലും കണ്ടാൽ ആ മാറാല തട്ടും. അങ്ങനെയാണ് ദിവസം അങ്ങനെ തന്നെ ചെയ്യൽ. ഡെയിലി ക്ലീനിങ് ഉണ്ടാവും. പിന്നെ മാറാല എപ്പോഴേലൊക്കെ ഉണ്ടാവുള്ളൂ. കണ്ടാൽ ഞാൻ അപ്പോൾ തട്ടണതുകൊണ്ട് ദിവസം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ എല്ലായിടത്തും അടിച്ചു വരാണ്. അടിച്ചു വരൽ കഴിയാനായിട്ടുണ്ട്. ഏകദേശം ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി അടിച്ചു വരൽ കഴിഞ്ഞിട്ട് വേണം തുടക്കാൻ. ഈ ചൂല് കൊണ്ട് അടിച്ചു വരാൻ നല്ല സുഖമാട്ടോ. നല്ല വൃത്തിയിൽ പൊടികളൊക്കെ പോരും ചെയ്യും. പിന്നെ അതുപോലെ മാറാലിട്ടാനും തന്നെ നല്ല സുഖമാണ്. അപ്പം അങ്ങനെ അടിച്ചു വരൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ തുടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാനിപ്പോൾ തുടക്കണ ആ മേശൻ്റെ അവിടെ തുടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം അവിടെയൊക്കെ ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് തുടക്കാൻ. അപ്പോൾ മാക്സിമം പറ്റണ പോലെ തുടച്ച് വൃത്തിയാക്കലുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്പീഡാട്ടോ, അതാണ് ഇങ്ങനെ സ്പീഡിൽ കാണുന്നത്. അല്ലാതെ ഞാൻ സ്പീഡിൽ തുടച്ച് പോരില്ല, പയ്യാണ് തുടക്കണത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയും കൂടെ അല്ലേ, അപ്പോൾ സാവകാശം ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കാണ്. അങ്ങനെ തുടച്ച് കഴിയാനും ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാമറ ഒന്ന് ഓണല്ലേ നോക്കിയിട്ട് ചിരിച്ചതാട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ക്യാമറ ഓണാണ്. അപ്പോൾ ഇങ്ങനെ ഏകദേശം നിലം തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഗ്ലാസ്സൊക്കെ തുടച്ച് വൃത്തിയാക്കാണ്. ഇതൊക്കെ ഡെയിലി ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. ഞാനിപ്പോൾ ഈ തുടക്കുന്ന ക്ലോത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ്. ഓൺലൈനിൽ എന്തോ വാങ്ങിച്ചാണ് തോന്നുന്നുണ്ട്. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം വലിഞ്ഞു പോരും. അപ്പോൾ അത് നല്ല വൃത്തിയാവും തുടച്ചാൽ. അപ്പം അങ്ങനെ പിന്നെ അതുപോലെ ഈ ഓർണമെൻറ്റ്സൊക്കെ വെച്ച അവിടെ കൂടെ ഞാനൊന്ന് ആ ഗ്ലാസും കൂടെ ഒന്ന് തുടക്കുന്നുണ്ട്. ഇതൊക്കെ ഡെയിലി തുടക്കണതാണ്. ഈ രണ്ട് ഫാനുള്ളതുകൊണ്ട് നല്ലോണം പൊടി ഉണ്ടാവും. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഡെയിലി തുടച്ചാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ പിന്നെ തൊട്ടടുത്ത് തന്നെ അല്ലേ റോഡ്, അപ്പോൾ നല്ലോണം പൊടി ഉണ്ടാവും. എത്ര തുടച്ചാലും പൊടി ഉണ്ടാവും. അപ്പോൾ ഡെയിലി അന്നന്ന് ചെയ്താൽ അത്രയും പൊടി കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ദിവസം ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ലാസ്റ്റ് അങ്ങനെ കാട്ടിയത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞു എന്നാട്ടോ പറഞ്ഞത്. അതാണ് അങ്ങനെ കാണിച്ചത്. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതാ. ഞാൻ എൻ്റെ സീറ്റിൽ വന്നിരുന്നിട്ടുണ്ട്. ഇനി കസ്റ്റമർ വരുമ്പോൾ അങ്ങനെ കസ്റ്റമറെ ഡീൽ ചെയ്യും. പിന്നെ കാക്കുണ്ട്, കാക്കാനെ കാണിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ്. പിന്നെ രാവിലെ ആകുമ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിയും. സ്കൂളുള്ള സമയമാകുമ്പോൾ 10:30ക്കാണ് ഞാൻ ക്ലീനിങ്ങൊക്കെ.
അല്ലാത്തുമ്പോൾ സ്കൂളില്ലാത്തുമ്പോൾ വന്ന സമയത്ത് തന്നെ വേഗം ക്ലീനിങ്ങും കാര്യങ്ങളും ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഫുൾ ക്ലീൻ ഒക്കെ ആയി. അങ്ങനെ 2-3 കസ്റ്റമർ വന്ന് പിന്നെ ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ പണി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ചെറിയ വിശപ്പൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനവിടെ. ഇപ്പോൾ വെറുതെ ഇരിക്കുക എന്നാട്ടോ ഞാൻ ഇവിടെ പറഞ്ഞത്. അങ്ങനെ കസ്റ്റമർ ഇടയ്ക്ക് വരും പോവും. പിന്നെ ഷോപ്പിൽ ഒറ്റക്കാണ്. കാക്ക ചായ കുടിക്കാൻ പോയി. ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് ബോറടിച്ചിരിക്കുകയാണ്. ഇത് നാളെ തിങ്കളാഴ്ച ആകുമ്പോൾ സ്കൂളുണ്ട്. പിന്നെ എക്സാം സ്കൂൾ പൂട്ടിയാലാണ് ഭയങ്കര ബോറടിയ കാര്യം. പിന്നെ ഓരോരുത്തരിങ്ങനെ വരും പോവും അങ്ങനെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കസ്റ്റമർ ഇരുന്ന് വീഡിയോ എടുക്കേണ്ടത്. പക്ഷെ അത് ശരിയാവില്ല. കാരണം പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ അത് ഞാൻ പിൻവലിച്ചിട്ടോ കസ്റ്റമർ വരുമ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ മോന് മദ്രസ ഇട്ട് വന്ന് അവനിപ്പോൾ ചായ കൊടുത്തിട്ട് കൊണ്ടിട്ട് വരിക. അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ എൻ്റെ മുഖത്ത് നല്ല പിമ്പിൾസ് ഉണ്ട്. അത് പോകാൻ എന്തെങ്കിലും മരുന്നുണ്ടാവും. ഞാൻ കുറേ ഡോക്ടറൊക്കെ കാണിച്ചതാണ്. പക്ഷെ ഒരു കുറവില്ല. വെറുതെ ഡോക്ടർമാർക്ക് പൈസ കൊണ്ട് കൊടുക്കുന്നല്ലാണ്ട് ഒരു മാറ്റമില്ല. 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ്. 10ാം ക്ലാസ്സല്ല, 10ാം ക്ലാസ്സിനാണ് കൂടുതൽ. ഒരു 8ാം ക്ലാസ് മുതൽ മുഖത്തൊക്കെ നിറച്ച് കുരുക്കളും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. എന്നാൽ അത്ര ഒന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും മരുന്ന് അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. കുറേ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിക്കുമ്പോൾ അപ്പം മാറും, മരുന്ന് തേക്കുമ്പോൾ മാറും. മരുന്ന് നിർത്തിയാൽ പിന്നെയും തുടങ്ങി. പിന്നെ ആ മരുന്ന് തന്നെ വാങ്ങി തേക്കാൻ കഴിയില്ല. അങ്ങനെ അല്ലാതെ തന്നെ നല്ല ടിപ്സൊക്കെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു. 12:10 ആയിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഷോപ്പിലോട്ട് പോകാൻ. ഫുഡ് കഴിക്കാൻ വന്നതാണ്. കുട്ടികളിവിടെ ഉള്ളിലില്ല, ഉള്ളിലൊരില്ല. അടുക്കള ഭാഗത്ത് നോക്കട്ടെ. കളിക്കുന്ന സൗണ്ട് കളിക്കുന്നുണ്ട്. അവിടെ കളിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് ചോറ് കൊടുത്ത് നല്ല വിശപ്പുണ്ട്. ചോറ് കൊടുക്കട്ടെ. വരുമ്പോൾ കടയിൽ നിന്ന് നല്ല ചെമ്മീനച്ചാർ വാങ്ങിയിട്ടുണ്ട്. ഷാപ്പാട് പറഞ്ഞിട്ട് എന്താ അച്ചാർ വാങ്ങിയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാം. ഇനി അവർക്ക് ചോറ് കൊടുക്കണം. 12:12 ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുക്കും. ചോറ് കൊടുത്തിട്ട് നേരെ ഞാൻ ഫുഡ് കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് ഞാൻ പിന്നെ ഷോപ്പിലോട്ട് തന്നെ പോകും. 1 മണിയാകുമ്പോൾ പോകും ഞാൻ. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കൽ കഴിഞ്ഞു ഷോപ്പിലോട്ട് പോകാൻ നിൽക്കുന്നത്. ഷോപ്പിൽ അങ്ങനെ ഇറങ്ങി 1 മണിയാവാനായി. ഷോപ്പിലേക്ക് വരുന്നുണ്ടോ? ഞാൻ വന്നിട്ടുണ്ട്. വീണ്ടും എൻ്റെ സീറ്റിലോട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ കാക്ക ഫുഡ് കഴിക്കാൻ പോകും. പിന്നെ ഞാൻ തന്നെ കറക്റ്റ് കരം. അപ്പോൾ കുറച്ച് നേരം വീഡിയോസ് കണ്ടായിരുന്നു. ഇപ്പോൾ സമയം 4:20 ബോറടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് മുന്നേ ലൈവ് പോയിരുന്നു. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടെ ഉള്ളൂ. 4:20 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കാക്ക വരെയിരിക്കും. 5:30 ആകുമ്പോൾ ഞാൻ വീട്ടിൽ പോകും. കുറേ കസ്റ്റമർ വന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. വേറെ റൂമിലോട്ട് പോകാം. ആകെ ക്ഷീണിച്ചിട്ട്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കണില്ല. ഇത്രയും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.